വെൽക്കം ബാക്ക് ടു ഹാൻഡ്സ് കിച്ചൺ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിന്ന് കുറച്ച് ഒരു വെറൈറ്റി റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മസാലകളൊക്കെ വെച്ചിട്ട് ഒട്ടകത്തിൻ്റെ മീറ്റ് വെച്ചിട്ട് ഒരു കറി. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3/4 കിലോയോളം ഒട്ടകത്തിൻ്റെ മീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു 2 പച്ചമുളക് ഇങ്ങനെ നെടുകെ കീറിയതും, പിന്നെ ഒരു മീഡിയം സൈസ് സബോള സ്ലൈസ് ചെയ്തത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതും, ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചതും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/2 ടീസ്പൂണോളം ഉലുവ അങ്ങനെ തന്നെ ഇടണേ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്തതും, പിന്നെ കുറച്ച് ഗരം മസാലയും, ഒരു 1/2 ടീസ്പൂണോളം മതി ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് ബീഫിനേക്കാളും കുറച്ചും കൂടെ വേവ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ വെക്കുന്നത്. അപ്പം എനിക്കൊരു ധൈര്യക്കുറവ് വെള്ളം ഒഴിക്കാതെ വെക്കാൻ. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആ സമയത്ത് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട്, ചട്ടി ചൂടാകുമ്പം എണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ ഒന്ന് ചട്ടിയുടെ സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കാം. എന്നിട്ട് ആ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലപോലെ നിറച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു 2 മീഡിയം സൈസ് സബോള കനം കുറച്ച് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരു 3 സബോള കേട്ടോ വേണ്ടത്. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വഴച്ചാൽ അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചേക്കാം. അടച്ചൊരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും സബോളയൊക്കെ നല്ലപോലെ നമുക്ക് വഴന്ന് കിട്ടും, നല്ല സോഫ്റ്റായി വരും. അപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം, ഇനി പതുക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതൊരു 2 പച്ചമുളകാണ് കേട്ടോ അത് കീറിയത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോ കേട്ടോ. അതിലേക്ക് ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അത് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ മല്ലിപ്പൊടി വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. വറുത്ത മല്ലിപ്പൊടി തന്നെ ഇടണേ, അതായത് ഇതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് വലിയ ജീരകം പൊടിച്ചതും ഗരം മസാലയും കൂടെ ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്തേക്കാം. 1 തക്കാളി ഉണ്ട്, ചെറിയ തക്കാളി ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അതിപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്ന് തക്കാളി. ഇപ്പം നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. തൈര്, നല്ല കട്ടിയുള്ള തൈരാണ്, പുളിയില്ലാത്ത തൈര്. 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. പിന്നെ ആ പൊടികളുടെയൊക്കെ പച്ചക്കുത്തങ്ങ് പോവുകയും ചെയ്യും നല്ലപോലെ. അപ്പോൾ ക്യാമൽ മീറ്റ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബീഫിന് ഒരു 3 വിസിലെടുക്കുന്നെങ്കിൽ ഇതിനൊരു 2 വിസിലും കൂടെ കൂട്ടി 5 വിസിൽ വരെ വേവിക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതിൽ നിന്ന് ആദ്യം നമുക്ക് ആ ഇറച്ചി മാത്രം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പീസസ് മാത്രം എടുത്തിട്ട് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ വെള്ളം ഒഴിക്കണ്ട, ഇതിൻ്റെ തന്നെ വെള്ളം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയും ആ പീസസും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടാവും. കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും സബോളയിൽ നിന്നും ആ മീറ്റിൽ നിന്നൊക്കെ. എന്നിട്ട് നമുക്കത് വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളമില്ലേ, ആ കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് തീ കുറച്ച് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് സെർവ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയൊക്കെ ഇടാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇവിടെ ഇട്ടത്.
എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബീഫിൻ്റെ ഒക്കെ പോലെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയത്. നല്ല രസമാണ്, പക്ഷേ നല്ല ടേസ്റ്റിയാണ്. കുറച്ചും കൂടെ വേവ് ഉണ്ടെന്നേ ഉള്ളൂ ബീഫിനേക്കാളും കേട്ടോ. അപ്പോൾ ഈ ക്യാമലിൻ്റെ മീറ്റ് കിട്ടാനുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ അതില്ലെന്നുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.